ഹായ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ തമ്പനെയിലിൽ കണ്ടപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനിങ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അല്ലേ. 16/12/2024 ഇതിൻ്റെ ഗസറ്റ് ഡേറ്റ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15/1/2025 വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക കേട്ടോ. കാറ്റഗറി നമ്പർ 472/2024. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഫയർമാൻ ഡ്രൈവറിൻ്റെ സ്കെയിൽ ഓഫ് പേ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സ്കെയിൽ ഓഫ് പേ അതുപോലെ തന്നെ ഏജ് ലിമിറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇത് വുമൻസിന് അയക്കാൻ പറ്റുമോ, പോലീസ് ഡ്രൈവർ ലേഡീസിനുമായിട്ടാണ് ഇപ്പോൾ നിലവിൽ വിളിക്കുന്നത് കഴിഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ മുതൽ. അപ്പോൾ ഇതിന് ലേഡീസിന് അയക്കാൻ പറ്റുമോ, പിന്നെ ഇതിൻ്റെ ഹൈറ്റ് 168 അതുപോലെ തന്നെ ഹൈറ്റിൽ കുറവുണ്ട്. പിന്നെ ബാഡ്ജ് വേണം, 3 വർഷം വാലിഡിറ്റി വേണം. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എത്രയാണ്, ഏകദേശം എത്ര പേരെ ലിസ്റ്റിൽ ഏകദേശം എത്ര കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്, എത്ര പേരെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കാം. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഇപ്പം കറണ്ട് ആയിട്ട് പ്രൊഫൈൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് കുറച്ചൊന്ന് ഡിലേ ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കയറി നോക്കിയിട്ട് അപ്ലൈ ചെയ്തോളൂ. ലാസ്റ്റ് ഡേറ്റ് 15/1/2025. പിന്നെ പോലീസ് ഡ്രൈവർ ആരെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് അപ്ലൈ ചെയ്തില്ലെങ്കിൽ വേഗം അപ്ലൈ ചെയ്തോളൂ. എൻ്റെ ഡേറ്റ് കഴിയാറായിട്ടുണ്ട് കേട്ടോ. 1-ാം തീയതി വരെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പോൾ ജനുവരി 1-നുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ലാസ്റ്റ് ഡേറ്റിലേക്ക് അയച്ചുകൊണ്ടിരിക്കേണ്ട, ഇപ്പോൾ തന്നെ ചെയ്തോളൂ. ഓക്കെ, അപ്പം ഫയർമാൻ ഡ്രൈവറിൻ്റെ കാര്യം നോക്കിക്കോളുക. ഫയർമാൻ ഡ്രൈവറിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 15/1/2025 വരെയാണ്. ഇന്ന് തന്നെ വേഗം ഈ വീഡിയോ കാണുന്ന അന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം സ്കെയിൽ ഓഫ് 27,900 മുതൽ 63,700 ആണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഉണ്ടായിരിക്കുക എന്ന് ഓർത്തിരിക്കുക. പിന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, PC വിളിക്കുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18 to 26 എന്നാണ് പറയുന്നത് കേട്ടോ. അത് ശരിക്കും മാറ്റേണ്ട സമയം കഴിഞ്ഞു. 18 to 26 എന്നുള്ളത് ശരിക്കും നമുക്ക് നഷ്ടമാണ്, 2 വർഷം നഷ്ടമായിട്ടാണ് ലഭിക്കുക. അതായത് 18 വയസ്സിൽ നമുക്ക് ഒരു കാരണവശാലും ഹെവി ലൈസൻസ് കിട്ടത്തില്ല. ഇത് അയക്കാനായിട്ട് ഹെവി ലൈസൻസ് വേണം. ഹെവി ലൈസൻസ് കിട്ടാനായിട്ട് കുറഞ്ഞത് 20 വയസ്സാണ് അല്ലേ. LMV ലൈസൻസ് എടുത്ത് 1 വർഷം കഴിയണം, 20 വയസ്സായും ചെയ്തിരിക്കണം. അപ്പോൾ 20 തൊട്ടാണ് ശരിക്കും ഇതിൻ്റെ ഏജ് ലിമിറ്റ് വെക്കേണ്ടത്. പോലീസ് ഡ്രൈവറിൻ്റെ നേരത്തെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് ഈ 18 to 26 ആയിരുന്നു. നമ്മൾ ഇതുപോലെ തന്നെ പറഞ്ഞും വീഡിയോ ചെയ്തും ഇൻഫോം ചെയ്ത് വയ്ക്കുകയാണ്. അത് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. പോലീസ് ഡ്രൈവറിനെ ഇപ്പോൾ 20 to 28 എന്നാണ് വിളിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതും 20 to 28 എന്ന് വിളിച്ചിട്ടാണ് 2 വർഷത്തെ ഉദ്യോഗാർത്ഥികൾക്ക്, അല്ലെങ്കിൽ 2 വർഷം ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടമാണ്. അപ്പോൾ 20 to 28 വരേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ ഇത്തോടെയും 18 to 26 വിളിച്ചിരിക്കുന്നത് ഓർത്തിരിക്കുക. ഓക്കെ, ഹെവി കിട്ടണമെങ്കിൽ 20 വയസ്സ് എങ്കിലും തികഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ബന്ധപ്പെട്ടവരെ വിളിച്ചിട്ട് കാര്യം ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ മൂലമെങ്കിലും ഇത് 20 തൊട്ട് 28 വരെ വിളിക്കാനായിട്ട് സഹായപ്രദമാകും. നേരത്തെയൊക്കെ ഞങ്ങൾ വിളിച്ച് ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ പുറകെ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പോലീസൊക്കെ നേരത്തെ ഇതുപോലെ തന്നെ 26 വെച്ചാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ 28 എങ്കിലും 28 വരെയെങ്കിലും ജനറൽ കാറ്റഗറിക്കാണ് ഈ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇത് SC ST അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് നിയമാനുസൃതമായ ഇളവ് ഉണ്ട്, വയസ്സിനകത്ത് ഇളവുണ്ടെന്ന് ഓർത്തിരിക്കുക. SC STക്കാണെങ്കിൽ 5 വർഷം, OBCക്കാണെങ്കിൽ 3 വർഷമാണ് ഇളവ് ലഭിക്കുക കേട്ടോ. ഇനി ക്വാളിഫിക്കേഷൻ പറയുന്നത് മസ്റ്റ് ഹാവ് പാസ്ഡ് +2 ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. VHSC ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പ്രൊഫഷൻഷ്യലായിട്ട് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് വാലിഡ് കറണ്ട് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് കേട്ടോ. കറണ്ട് ആയിട്ട് നിലവിലുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് എൻഡോഴ്സ്മെന്റ് ഫോർ ഡ്രൈവിംഗ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഓർ ഹെവി പാസഞ്ചർ വെഹിക്കിൾ വിത്ത് ബാഡ്ജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് കോമൺ ഡൗട്ട്സ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്ക് ഹെവി ലൈസൻസ് നിങ്ങളുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഇന്നെലിജിബിൾ എന്ന് കാണിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആഡ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ ഡ്രൈവർ എക്സാം ക്രാക്കർ എന്ന് പറഞ്ഞ ചാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ടെലഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അത് ഇതുപോലെ തന്നെ ആ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ ഡ്രൈവിംഗ് ലൈസൻസിന് അവിടെ വന്നിട്ട് ഇതുപോലെ തന്നെ ഇത് പറഞ്ഞിരിക്കുന്ന പോലെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ എലിജിബിൾ എന്ന് കാണിക്കും. ഓക്കെ, ഇത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണോ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നെലിജിബിൾ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റീസൺ കുറച്ച് കാണിക്കും, 2-3 റീസൺ അല്ലെങ്കിൽ 1-2 റീസൺ കാണിക്കാം. ആ റീസണിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെയുള്ള സംഭവം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാണും, അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോ, എനിക്കറിയാവുന്ന പോലെ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ടെലഗ്രാമിൽ DM ചെയ്തോ കേട്ടോ. ടെലഗ്രാമിൽ മാത്രം വിളിക്കണേ. ഈ
കമൻറ്റ് ബോക്സിൽ നമ്പർ ഉണ്ടാവും, അത് സേവ് ചെയ്തിട്ട് ടെലഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. ഇനി ഇതിനകത്ത് ഈ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ഷാൽ പോസസ് എ കറണ്ട് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ത്രൂ ഔട്ട് ഓൾ ദ സ്റ്റേജസ് ഓഫ് സെലക്ഷൻ പ്രോസസ് ഓൺ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അതായത് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷനും OMR ടെസ്റ്റിനും പ്രാക്ടിക്കൽ ടെസ്റ്റിനും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനും ഇൻ്റർവ്യൂവിൻ്റെ ആ സമയത്തും എല്ലാം ഇതിനകത്ത് ലൈസൻസ് എന്നുള്ളത് വാലിഡ് ആയിരിക്കും. വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അത് സസ്പെൻഷനൊന്നും വരത്തില്ല എന്ന്. അതായത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ DL എക്സ്ട്രാക്ട് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ല, അതിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ജാതകം എന്നൊക്കെ പറയുന്നതാണ് ഡ്രൈവിംഗ് ലൈസൻസ്. DL എക്സ്ട്രാക്ട് അതൊരു ഓൺലൈൻ രേഖയാണ് അല്ലേ. അതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പെർ ഡേ ഉള്ള കണക്ക് വരെ അതിനകത്ത് കാണിക്കും. അതായത് എന്തെങ്കിലും ഇത് വന്നിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അത് വരും. അത് ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ടെസ്റ്റ് വരെയുള്ള സമയത്തൊക്കെ എന്തെങ്കിലും മദ്യപിച്ച് വാഹനം ഓടിച്ച് സസ്പെൻഷൻ വരും, അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത് OMR എഴുതി പാസ്സായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് നമ്മൾ വെരിഫിക്കേഷൻ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് തള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായിട്ടും അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നതിനാണ് PSCക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ. പറയേണ്ട കാര്യമില്ല, ഇത് ജസ്റ്റ് ഇതിനകത്ത് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓൾ സ്റ്റേജസിലും വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് കാൻഡിഡേറ്റ് മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് ആൻഡ് ഷുഡ് പോസസ് ദ ഫോളോയിങ് മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബിലോ. ഇതിനകത്ത് ഹൈറ്റ് പറഞ്ഞിരിക്കുക 165 സെൻറ്റിമീറ്റർ തന്നെയാണ് കേട്ടോ. ജനറൽ കാറ്റഗറിക്കാണ് പറയുന്നത്. പോലീസിന് കൂട്ടിയിട്ടുണ്ടായിരുന്നു 168 ആക്കിയിട്ടുണ്ടായിരുന്നു. SC/STക്ക് 160 ആണെന്ന് ഓർത്തിരിക്കുക. വെയിറ്റ് 50 കിലോഗ്രാമും ഒരു ജനറൽ. SC/ST വന്നു കഴിയുമ്പോൾ 48 കിലോഗ്രാമാണ്. ചെസ്റ്റ് 81 സെൻറ്റിമീറ്ററും. SC/ST കാൻഡിഡേറ്റ്സിന് 76 സെൻറ്റിമീറ്ററാണ്. ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്ററും. ഫോർ SC/STക്കും 5 സെൻറ്റിമീറ്റർ തന്നെയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ഐയുടെ ഒക്കെ 6/6 എല്ലാം ഉണ്ടായിരിക്കണം. ലെഫ്റ്റും റൈറ്റും ഐക്കൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. പിന്നെ ഇതിൻ്റെ മെഡിക്കൽ ഫോം ഒക്കെ പറയുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. പിന്നെ എന്താണ്, ഇതുപോലെ തന്നെ ഇതിനകത്ത് എന്താണ് പ്രാക്ടിക്കൽ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അല്ലെങ്കിൽ അതിന് മുന്നേ ഇതിൻ്റെ എന്തുണ്ടാവും, ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഈ പ്രാക്ടിക്കൽ എന്താണ് വരുന്നതെന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് ആണ് വരിക കേട്ടോ. അതായത് ടെസ്റ്റ് ആണ് വരിക. ടെസ്റ്റ് എന്നുള്ള സംഭവമാണ് വരിക എന്ന് ഓർത്തിരിക്കുക. അതായത് മെയിനായിട്ട് നമുക്ക് തരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KSRTC വാഹനമായിരിക്കും കേട്ടോ. KSRTCയുടെ വാഹനമായിരിക്കും. ആദ്യം അത് എടുത്ത് കാണിച്ചു കൊടുക്കണം. ആ എടുത്ത് പാസ്സാകണ വരെ റോഡ് ടെസ്റ്റിനും ഉണ്ടാവും. ആ റോഡ് ടെസ്റ്റിന് ഒരു 30 മാർക്ക് ഉണ്ടാവും. 100ലാണ് മാർക്ക് ഇടുക. അതിനെ ക്രോഡീകരിച്ചിട്ട് 30 മാർക്കിലേക്കാകും. ആ 30 മാർക്ക് എന്നുള്ളത് നമ്മുടെ OMR ടെസ്റ്റിൻ്റെ കൂടെ ഈ പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ ടെസ്റ്റിൻ്റെ 30 മാർക്കിൽ എത്ര മാർക്ക് കിട്ടുന്നു അത് 10 തൊട്ട് കിട്ടാം കേട്ടോ. 10, 15, 20 അങ്ങനെയാണ് മാർക്ക് ഇടുക കേട്ടോ. 20, 25 അല്ലാതെ 10, 11, 12, 13 അങ്ങനെയല്ല. 10, 15 ആദ്യമായിട്ട് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പറയാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. 10, 15, 20, 25, 30 അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ 20ന് മുകളിൽ എന്നാൾ മേടിക്കാൻ നോക്കുക. 20, 25, 30. അപ്പോൾ 25, 30 എന്നാൾ നിങ്ങൾ അക്വയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിരുന്നാലാണ് ഏറ്റവും ടോപ്പിലേക്കൊക്കെ നമുക്ക് വരാനായിട്ട് സാധിക്കുക. ഈ 30 മാർക്ക് എന്നുള്ള OMRൻ്റെ പരീക്ഷയുടെ 100 മാർക്കിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ. അത് ചില ഉദ്യോഗാർത്ഥികൾ കട്ട് ഓഫ് ചോദിക്കുന്ന ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ കട്ട് ഓഫ് ഈ പ്രാക്ടിക്കലിനെ കൂടെ കൂട്ടിയിട്ടാണോ എന്ന് ചോദിക്കുന്നത്. അല്ല, ഇത് 100 മാർക്കിന് മാത്രമായിട്ടാണ് ഷോർട്ട് ലിസ്റ്റിൽ കട്ട് ഓഫ് പറയുക. പിന്നെ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടുന്നവർക്കാണ് ഈ പ്രാക്ടിക്കൽ ടെസ്റ്റ് വിളിക്കുക എന്ന് ഓർത്തിരിക്കുക. ആ പ്രാക്ടിക്കൽ ടെസ്റ്റിന് 30 മാർക്കും കൂടെ 30 മാർക്കിൽ എത്ര കിട്ടുന്നു, ഇവിടെ നമുക്കൊരു മാർക്ക് കിട്ടുമല്ലോ, ആ 30 മാർക്കിൽ എത്ര കിട്ടുന്നു അതും കൂടെ കൂട്ടിയിട്ടുള്ള മാർക്ക് 130ൽ എത്ര എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരിക എന്ന് ഓർത്തിരിക്കുക കേട്ടോ. റാങ്ക് ലിസ്റ്റ് വരിക എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ OMRൽ നല്ല മാർക്ക് ഉണ്ടെങ്കിലും പ്രാക്ടിക്കലിന് ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റ് പുറയിലേക്ക് ആയിപ്പോവും. അതുപോലെ തന്നെ OMRൽ ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ വാഹനമൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ അതിൻ്റെ സിഗ്നലും കാര്യങ്ങളും എല്ലാം നോക്കി കൃത്യമായിട്ട് ഓടിച്ചിട്ടുണ്ടെങ്കിലും 30ൽ 30 അല്ലെങ്കിൽ 25 അടിക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റിലേക്ക് മുകളിലേക്ക് വരാൻ സാധിക്കുമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഫിസിക്കൽ ഉണ്ടാവും. ഫിസിക്കലിന് അവിടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. 8 ഐറ്റമാണുള്ളത്. 8 ഐറ്റത്തിൽ എന്താണ് ഫിസിക്കൽ മെഷർമെൻറ്റ് കാൻഡിഡേറ്റ് വിൽ ബി ടേക്കൻ 8 ഐറ്റത്തിൽ കാൻഡിഡേറ്റ് 5 ഐറ്റമെങ്കിലും 8 ഐറ്റത്തിൽ 5 ഐറ്റമെങ്കിലും മിനിമം പാസ്സായിരിക്കണമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ. പിന്നെ ഇതിൻ്റെ പ്രൊബേഷൻ്റെ കാര്യങ്ങളും എല്ലാം താഴെ പറഞ്ഞിരുന്നു. ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ PDF ഞാൻ ഷെയർ ചെയ്തേക്കാം. നേരത്തെ പോലീസ് ഡ്രൈവറിനെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കയറി നോക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ ഇത് വുമൻസിന് അയക്കാനായിട്ട് സാധിക്കത്തില്ല കേട്ടോ. വുമൻസ് കാൻഡിഡേറ്റിന് പോലീസ് ഡ്രൈവറിനെ അയക്കാൻ കോമൺ ആയിട്ട് വിളിച്ചിരുന്നെങ്കിലും ഇത് വുമൻസിന് ഈ ഫയർമാൻ ഡ്രൈവറിനെ അയക്കാൻ പാടില്ല കേട്ടോ. സ്ത്രീകൾക്ക് ഇത് അയക്കാൻ പറ്റില്ല. ഓക്കെ.
പറ്റത്തില്ല എന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് നോക്കാം കേട്ടോ. അതിന് മുന്നേ ഇതിൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് വഴി ടെലഗ്രാം ചാനലിലേക്ക് എത്താം. അല്ലെങ്കിൽ ടെലഗ്രാമിൽ ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്ന് ജസ്റ്റ് ഷെയർ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. പിന്നെ എനിക്ക് അതിനകത്ത് ടെലഗ്രാമിൽ DM ചെയ്താൽ മതി, പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഡീറ്റെയിൽ ബാക്കി പറയാം. ഫീ എങ്ങനെയാണ് അടയ്ക്കേണ്ട കാര്യങ്ങൾ, ബാക്കി എങ്ങനെ ക്ലാസ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, നിലവിടുത്തെ വിദ്യാർത്ഥികളുടെ അഭിപ്രായം ഇതിനകത്ത് സേവ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് സ്വയം പഠിക്കുകയോ നേരെ കോഴ്സുകൾ പഠിക്കാവുന്നതാണ്. ഏതൊക്കെയായാലും പഠിച്ച് ജോലി വാങ്ങിക്കുക നല്ലൊരു പോസ്റ്റാണെന്ന് ഓർത്തിരിക്കുക. താല്പര്യമുള്ളവർക്ക് യൂണിഫോം ജോബ് ആവശ്യമുള്ളവർക്ക് നല്ലൊരു പോസ്റ്റാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇതിൻ്റെ സിലബസ് നമുക്ക് നോക്കാം കേട്ടോ. സിലബസ് നോക്കാം, അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് നോക്കാം. അപ്പോൾ സിലബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 മാർക്കിൻ്റെ പരീക്ഷയാണെന്ന് ഓർത്തിരിക്കുക. അത് കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 99% ഇത് തന്നെ ആവാനാണ് സാധ്യത. ഓക്കെ, 100 മാർക്ക് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും PDF വേണമെന്നുള്ളവർക്ക് ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്ത് തരുന്നതാണ്. ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്ന ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്തേക്കട്ടോ. അപ്പോൾ എല്ലാവർക്കുമായിട്ട് കിട്ടിക്കൊള്ളും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് സിലബസ് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. വേണവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ടെലഗ്രാമിൽ ഇട്ടേക്കാം ഓർത്തിരിക്കുക കേട്ടോ. ചരിത്രം, ഭൂമിശാസ്ത്രം, ധനചരിത്രശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും 2 മാർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിനകത്ത് ആനുകാലിക വിഷയങ്ങൾക്ക്, അതായത് ആനുകാലിക വിഷയം എന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് 10 മാർക്കാണ്. ലഘുഗണിതം, മാനുഷിക ശേഷിയും നിരീക്ഷണ പാഠക പരിശോധനയും. ഓക്കെ, അത് 10 മാർക്കാണ്. പിന്നെ ഫയർമാൻ പോസ്റ്റുമായി ബന്ധപ്പെട്ട, ഫയർമാൻ ഡ്രൈവർ പോസ്റ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ ട്രേഡ് പാർട്ട് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഒരു 20 മാർക്കിന് ഉണ്ടാകുമെന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ കോഴ്സ് എടുക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് 30 മാർക്ക് ഉണ്ടായിരിക്കും എന്ന് ഓർത്തിരിക്കുക കേട്ടോ. നേരത്തെ ഇത് 50 മാർക്കിനായിരുന്നു. അതിനകത്ത് 20 മാർക്ക് എന്നുള്ളത് ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത് 20 മാർക്ക് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിവൈഡ് ഉള്ളത് നോക്കിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും താഴെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ കട്ട് ഓഫ് നമുക്ക് നോക്കാം അല്ലേ. ഇതിൻ്റെ ഡ്രൈവിംഗ് പാർട്ട് എന്നുള്ളത് പറയുകയാണെങ്കിൽ 5ാമത്തെ മോഡ്യൂളായിട്ടാണ് പറയുന്നത്. അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അതിനെ വീണ്ടും 5 സബ് മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ഓർത്തിരിക്കുക കേട്ടോ. ഇതിനകത്തായിരിക്കും നമുക്ക് കോഴ്സ് വരിക എന്ന് ഓർത്തിരിക്കുക. ഇത് എടുക്കുന്നവർക്ക് പോലീസ് ഡ്രൈവറും ഫയർമാൻ ഡ്രൈവറിനും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഒറ്റ ഫീ അടച്ച് തന്നെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയച്ചാൽ മതിയേ. പിന്നെ എന്താണ് കട്ട് ഓഫ് അല്ലേ. പിന്നെ കട്ട് ഓഫ്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിന് തൊട്ട് മുന്നേ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 50 സംതിങ് ആയിരുന്നു. കൃത്യമായിട്ട് ഞാൻ നോക്കട്ടെ, 56 പോയിന്റ്. അതായത് ഇതിന് തൊട്ട് മുന്നേ വിളിച്ച് 187/2023 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനാണ്. അതിൻ്റെ കട്ട് ഓഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ PDF തന്നെ എടുത്ത് വേണമെങ്കിൽ കാണിച്ചു തരാം. 56.67 ആയിരുന്നു കേട്ടോ. അതായത് നോക്കിക്കുക, ഇത് സ്റ്റേറ്റ് വൈഡ് പോസ്റ്റ് ആയിട്ടാണ് വിളിക്കുക എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, കാറ്റഗറി 187/2023 ആയിരുന്നു. ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ 357 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആനുപാതികമായിട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റ് 168 പേര്, ടോട്ടൽ 526 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രയും പേര് ഉൾപ്പെടുത്തിയപ്പോൾ കട്ട് ഓഫ് മാർക്ക് വന്ന 56.67 ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതിന് മുന്നേ ഉള്ള പരീക്ഷ 36/2020 എന്നുള്ള കാറ്റഗറി നമ്പറിലുള്ളതായിരുന്നു. ആ 36/2020 കാറ്റഗറി നമ്പറിലുള്ള പരീക്ഷയുടെ കട്ട് ഓഫ്, 36/2020 കാറ്റഗറി നമ്പറിലുള്ള പരീക്ഷയുടെ കട്ട് ഓഫ് 59.67 ആണ് കേട്ടോ. അപ്പോൾ ഏകദേശം കട്ട് ഓഫ് റേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഗസ് ചെയ്യാവുന്നതാണ്. ഒരു 50-നും 60-നും ഇടയ്ക്ക് നിൽക്കുന്ന കട്ട് ഓഫ് ആയിരിക്കും. ഒരു 90% ഇതിന് വരിക എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടെന്ന് പറയുന്നില്ല, ഒന്നിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റിൽ വരാവുന്നതും കട്ട് ഓഫിനേക്കാൾ ഒരു 10 മാർക്ക് എങ്കിലും കൂടുതൽ മേടിച്ച് വെച്ചിട്ട് പ്രാക്ടിക്കൽ പരീക്ഷ ഒരു 25 മാർക്കൊക്കെ അടിക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഒരു ജോലിയിൽ, പിന്നെ ഫിസിക്കലുണ്ട്, അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയിൽ കയറാവുന്നതാണ് കേട്ടോ. ബാക്കി ഡീറ്റെയിൽ എല്ലാം മോട്ടിവേഷൻ്റെ PDF ഷെയർ ചെയ്തേക്കാം, അന്നേരം നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ഒരു ഡ്രൈവർ പോസ്റ്റ് കൂടെ, യൂണിഫോം പോസ്റ്റ് തന്നെ ഓരോടെ വരാനുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിടാം ഉടനെ തന്നെ. അതിൻ്റെ അപ്ഡേഷൻ, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിടാം. പിന്നെ ഇത്തരം കാര്യങ്ങൾ അല്ലേ ഉള്ളത്, ഇത്തരം കാര്യങ്ങളാണുള്ളത്. കറണ്ട് ഹെവി ലൈസൻസ് ആണ് വേണ്ടത്. എല്ലാ ഘട്ടങ്ങളിലും വാലിഡ് ആയിരിക്കണം എന്ന് ഓർത്തിരിക്കുക. ബാഡ്ജ് വേണമെന്ന് ചോദിക്കും. ബാഡ്ജ് ഹെവി ലൈസൻസ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടും കേട്ടോ. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിൽ നിന്നാണ് ബാഡ്ജ് എന്ന് ഓർത്തിരിക്കുക. അത് LMB വാഹനങ്ങൾക്കാണ് ഒഴിവാക്കിയത്.
ഇപ്പോൾ ട്രാൻസ് എന്ന് പറഞ്ഞൊരു ഒറ്റ ലൈസൻസ് ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുക്കുമ്പോൾ തന്നെ ബാഡ്ജ് അതിനകത്ത് കിട്ടും എന്ന് ഓർത്തിരിക്കുക കേട്ടോ. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ എൻ്റെ ലിസ്റ്റിൻ്റെ വാലിഡിറ്റി 1 ഇയർ ആയിരിക്കും. ലിസ്റ്റിൻ്റെ വാലിഡിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഇയർ ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. വുമൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഓർത്തിരിക്കുക. പിന്നെ അതിൻ്റെ ഏജ് 26 വരെയാണ് ജനറൽ കാറ്റഗറി എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അത് അടുത്ത തവണയെങ്കിലും കൂട്ടി കിട്ടാനായിട്ടുള്ള നടപടിക്രമങ്ങൾ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങി വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അടുത്തൊരു മോട്ടിവേഷണൽ ക്ലാസ്സിൽ കണ്ടുകിട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.